ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂവോട്ടുകുണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. പൊങ്കാല ദിവസത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു ഈ വീഡിയോയിലൂടെ. ഭദ്രകാളി ദേവിക്ക് ഇഷ്ട വഴിപാടാണ് പൊങ്കാല. മൂവോട്ടുകുണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭദ്രകാളിയമ്മയും നീലകേശി അമ്മയും യക്ഷിയമ്മയും മറ്റു ഉപദേവതകളും ആണ് കുടികൊള്ളുന്നത്. കേരള തമിഴ്നാട് ബോർഡറായ മൂവോട്ടുകോണത്ത് ഭക്തർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്ത് ശക്തി സ്വരൂപിണിയായി വാഴുകയാണ് ഭദ്രകാളിയമ്മയും നീലകേശി അമ്മയും. പൊങ്കാലയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയാണ് ഭക്തർ. രോഗശാന്തിക്കും ഐശ്വര്യത്തിനുമായി ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. പൊങ്കാലക്കലത്തിലേക്ക് അർപ്പിക്കുന്ന ഓരോ പിടി അരിയിലും തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. പൊങ്കാല തിളച്ചു തൂവുന്നതോടെ നമ്മുടെ ദുഃഖങ്ങളും ദേവി ഇല്ലാതാക്കുന്നു എന്നതാണ് പൊങ്കാലയുടെ ഐതിഹ്യം. അങ്ങനെ ദേവിക്ക് പ്രിയപ്പെട്ട പൊങ്കാല നീതിക്കാനായി എല്ലാ ഭക്തരും ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് സേഫ്റ്റിക്ക്. ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതിന് ശേഷമാണ് മറ്റ് അടുപ്പുകളിലേക്കും അഗ്നി പകരുന്നത്. ദേവിയുടെ മുന്നിൽ ഭണ്ഡാര അടുപ്പ് വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. കളമൊക്കെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ കളം വരയ്ക്കുന്നത് നോക്കി പൊന്നുകുട്ടൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നല്ല ഭംഗിയായി ഭണ്ഡാര അടുപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മജന്ത, പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ്, പിന്നെ ഇതിനിടയിൽ ഉമിക്കരി അതുകൂടി പൊടിച്ച് ബ്ലാക്ക് കളർ അതുകൂടി വിതറുന്നുണ്ട് കേട്ടോ അതിൽ ആ കോലം വരയ്ക്കുന്നതിൽ. അങ്ങനെ ഇതാ കലം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൂക്കളൊക്കെ കെട്ടി നല്ല ഭംഗിയായി മാവിലേക്ക് വെച്ച് ചന്ദനമൊക്കെ തേച്ച് ദേവിയുടെ ഭണ്ഡാര അടുപ്പിൽ ഇതാ വെള്ളമൊഴിച്ച് ഇനി പൂജാവിധികളോടെ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നു. അങ്ങനെ ഭണ്ഡാര അടുപ്പിൽ വിധിപ്രകാരം അഗ്നി പകർന്നു. ഇനി മറ്റു അടുപ്പുകളിലേക്കും അഗ്നി പകരുകയാണ്. ഭക്തിസാന്ദ്രമായ ദേവിയുടെ പൊങ്കാല കാഴ്ചകളാണിത്. പുണ്യം നിറഞ്ഞ കാഴ്ചകളാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ചാൽ വിളികേൽക്കുന്ന നമ്മുടെ മൂവോട്ടുകുണത്തമ്മയ്ക്ക് ഭക്തർ നൽകുന്ന സ്നേഹം നിറഞ്ഞ പൊങ്കാല. പായസം, മണ്ടയപ്പം, തെരളി ഇതെല്ലാം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. കോവിലിന് ചുറ്റും പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞു. പൊങ്കാല തിളച്ചു തൂവി ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായി നിറമിഴികളോടെയും കൂപ്പുകൈകളോടെയും ഭക്തർ നിൽക്കുന്ന പുണ്യ നിമിഷങ്ങളാണിതെല്ലാം കാണുന്നതെല്ലാം. ഈ പുണ്യ നിമിഷത്തിൽ ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ദേവിയോട് ഒത്തിരി നന്ദി. ഈ പൊങ്കാലയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒത്തിരി നന്ദി. അങ്ങനെ ദേവിയുടെ പൊങ്കാല തിളച്ചു തൂവാൻ സമയമായി വരുന്നു. കൊടിമര ചുവട്ടിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കുകയാണ് വിധിപ്രകാരം.
അങ്ങനെ ഭണ്ഡാര അടുപ്പിലെ പൊങ്കാല തിളച്ച് തൂകുന്ന ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് കേട്ടോ. തിളച്ച് തൂവാറായി പൊങ്കാല. അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട്സ്. ദേവിയുടെ തിരുനടയുടെ മുന്നിൽ തുലാഭാര ചടങ്ങുകളോട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുവാവയുടെ തുലാഭാരം നടക്കുന്നുണ്ടായിരുന്നു. പൊങ്കാല പായസം എല്ലാം റെഡിയായി. ഇനി ദേവിക്ക് തീർത്ഥം തളിച്ച് ദേവിക്ക് പൊങ്കാല നേദിക്കണം. ദേവിക്ക് പൊങ്കാലയെല്ലാം നേദിച്ചു, തീർത്ഥമൊക്കെ തളിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ മൂവാറ്റുപുഴ കോവിലിലെ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. താങ്ക് യു.